പ്രദേശവാസികളുടെ പ്രതിഷേധ സമരങ്ങൾക്ക് പിന്തുണയുമായി കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദന്റെ സന്ദർശനവുമായതോടെ വിമാനത്താവളം സ്ഥാപിക്കുന്നതിൽ എതിർപ്പറിയിച്ച് കൂടുതൽ സംഘടനകളും വ്യക്തികളും രംഗത്തെത്തി കഴിഞ്ഞു. വിമാനത്താവളത്തിനെതിരായി പ്രദേശവാസികൾ നടത്തുന്ന സമരത്തിന് യു.ഡി.എഫ്. ഒഴികെയുള്ള പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തു വാഗ്ദാനം ചെയ്താലും വിമാനത്താവളത്തിന് വേണ്ടി കുടിയിറങ്ങില്ലെന്നാണ് കൃഷിഭൂമി സംരക്ഷണ സമിതിയുടെ നിലപാട്. ജലം ഇതുപോലും അതിവർഷമുള്ളപ്പോൾ സംഭരിക്കുകയും അതിനുശേഷം ഈ കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ജലാശയമായി കിടന്ന് ഈ മണ്ണിലേക്ക് ഇറങ്ങി ഇത് തന്നെ വേണം കോഴിക്കോടും താമരശ്ശേരിയും പോലുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും ജലസ്രോതസ്സായിട്ട് പല രീതിയിൽ ഭൂമിക്ക് അടിയിൽ കൂടെ കടന്നു ചെന്നിട്ടാണ് വേനൽക്കാലത്ത് നമുക്ക് ജലസമൃദ്ധമാക്കുന്നത്. ഇങ്ങനെയുള്ളൊരു ഭൂമിശാസ്ത്രപരമായ പ്രകൃതിപരമായ പ്രക്രിയ ഉള്ളതുകൊണ്ടാണ് ഇത്രമാത്രം മനുഷ്യൻ ഈ ഭൂമിയെ തകർത്തിട്ടും കുറച്ചെങ്കിലും നമ്മൾ കുടിവെള്ളം കുടിച്ച് ജീവിക്കുന്നത്. കഴിഞ്ഞ മാസം മന്ത്രി കെ ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന വിമാനത്താവളം സംബന്ധിച്ച ചർച്ചയിൽ വെള്ളിയാഴ്ച കലക്ട്രേറ്റിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാനാണ് തീരുമാനിച്ചത്. എന്നാൽ ചർച്ചയിൽ പങ്കെടുക്കാൻ തങ്ങളെ ആരും ക്ഷണിച്ചിട്ടില്ലെന്ന് കൃഷിഭൂമി സംരക്ഷണ സമിതി ഭാരവാഹികൾ പറയുന്നു. വിമാനത്താവളം ചീക്കല്ലൂരിൽ സ്ഥാപിക്കാനുള്ള നടപടികൾ തുടരാനാണ് യോഗത്തിലേക്ക് വ്യോമയാന പ്രിൻസിപ്പൽ സെക്രട്ടറി എത്തുന്നതെന്നും ചർച്ചയ്ക്കായി കലക്ട്രേറ്റിലെത്തുന്ന ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും പ്രദേശവാസികളുടെ പ്രതിഷേധം അറിയിക്കാൻ അന്നേ ദിവസം കലക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തുമെന്നും കൃഷിഭൂമി സംരക്ഷണ സമിതി അറിയിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ സമരം ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ 2 ഭരണകക്ഷി MLA-മാരും മന്ത്രിയും വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. വിമാനത്താവളം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട സാധ്യതാ പഠന റിപ്പോർട്ടുകളും മറ്റ് സർവേ വിവരങ്ങളും പുറത്തു വന്ന ശേഷം പ്രതികരിക്കാമെന്നാണ് ഹരിത MLA-മാരിൽ ഒരാളായ MV ശ്രേയാംസ് കുമാർ അറിയിച്ചത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് 250 ഏക്കറോളം നെൽവയൽ നികത്തി പനമരം നടവയൽ വില്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ചീക്കല്ലൂരിൽ വിമാനത്താവളത്തിനായി നടപടികൾ നീങ്ങുന്നത്. ജംഷീർ, ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.